ഞങ്ങൾ തിരുവനന്തപുരം പോവാണ്. എന്തിനാ പോണ്? ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ എൻഗേജ്മെന്റിന് പോവാണ്. 2 മുട്ടകളെയും കൂട്ടിയിട്ടാണ് പോണത്. ഇപ്പം എല്ലാവരും വിചാരിക്കണ്ടാവും അവൾക്ക് ലോലിപ്പോപ്പ് എന്തിനാ കൊടുത്തേന്ന്. പക്ഷെ ഞാൻ കൊടുക്കാറില്ല. അവളിപ്പോൾ കയ്യിൽ കരഞ്ഞ് മേടിച്ചതാണ്. 2 സെക്കൻഡ് കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കും. അത് കഴിഞ്ഞ് എൻ്റെ വായിക്കിടും. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെ വരെ എത്തി? ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പം നോക്കാം. ശരി, ബൈ. നമ്മളിപ്പോൾ ഏകദേശം കോട്ടയമൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റൂട്ട് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ ചുറ്റിയിട്ടാണ് പോയത്. പിന്നെ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ട് നമ്മൾ ട്രാഫിക്കൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കര ലാഗ് എടുത്തു. ഇതൊക്കെ നമ്മൾ റിട്ടേൺ വരുമ്പോഴുള്ള വീഡിയോസാണ്. അവളുടെ വീടെന്ന് പറയുന്നത് ഹൈ റേഞ്ച് സ്ഥലം പോലെയാണ്. ഭയങ്കര വളവ് തിരുവൊക്കെ കഴിഞ്ഞിട്ട് വേണം വീടെത്താൻ. അത് മാത്രമല്ല ഒരു ചുരം സെറ്റപ്പൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു പോകുന്ന യാത്രയിലൊക്കെ പോകാൻ. അവളുടെ വീടെന്ന് പറയുന്നത് പാലോടായിരുന്നു. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. ഫുൾ ബിസി ആയിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ ഇത് നല്ല വീഡിയോസ്. ഈ വഴി നമുക്ക് യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇരുട്ടൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ വഴി വരാൻ പേടിയാവും. എനിക്ക് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവളുടെ വീട് കഴിഞ്ഞിട്ട് ഒരു 2-3 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴുള്ള വ്യൂസാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടത്ത് വരാൻ ഞാൻ പറഞ്ഞ പോലെ പേടിയാവും. പിന്നെ നമ്മൾ ആക്ച്വലി സൺഡേ ആണ് റിട്ടേൺ വന്നത്, സൺഡേ ഈവനിങ്. പിന്നെ സാറ്റർഡേ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ഒന്നാമത് എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ സൺഡേയും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്തും ഒരു വീഡിയോ ഞാൻ വിചാരിക്കും ഏതെങ്കിലും ഒന്ന് ഫുള്ളാക്കി എടുക്കണമെന്ന്. പക്ഷേ അതിനൊന്നും പറ്റാറില്ല. തിരിച്ച് വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുൾ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് അപ്പോഴും പറ്റിയില്ല. നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ ഫുൾ ടൈം നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. നമുക്ക് റൂട്ട് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഏകാച്ചിക്ക് ഭയങ്കര ട്രാവൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴിയൊക്കെ നല്ല വളവും തിരിവാണ്. നല്ല ചുരം സെറ്റപ്പാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ പോകാൻ. പിന്നെ നല്ല മഴയായിരുന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചു. നമ്മൾ സൺഡേ എന്നിട്ട് ഒരു 10:30-11 മണിയാകുമ്പോഴാണ് വീടെത്തിയത്. നമ്മൾ മെല്ലെ നിർത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഏക ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ. അപ്പം മിന്നുവിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഏകാച്ചി നല്ല ഉറക്കമാണ്. പിന്നെ ഏകാച്ചിയുടെ എൻഗേജ്മെൻ്റ് ഔട്ട്ഫിറ്റും കുറച്ച് ക്യൂട്ട് ഫോട്ടോസ് നമ്മളിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഈ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സിമ്പിൾ. പിന്നെ എനിക്ക് ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ കംഫർട്ട് വെയറാണ് ഇപ്പം എപ്പോഴും ഇടാറ്. പിന്നെ അവൾക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സാണെന്നല്ല, അവൾക്ക് ചൂടെടുക്കേണ്ട വെച്ച് നല്ലൊരു കോട്ടൺ വെയർ ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ പത്തനാപുരം അടൂർ ആ വഴിക്കേറ്റ് പോകുമ്പോഴുള്ള വ്യൂ ആണെന്ന്. നമ്മൾ മാപ്പ് ഓണാക്കിയിട്ടാണ് പോയിരുന്നത്. എനിക്ക് എക്സാക്റ്റ് പ്ലേസ് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ വഴി പക്ഷെ അത്യാവശ്യം MC റോഡോ മെഡിക്കൽ കോളേജ് റോഡ് തിരുവല്ല ഏതൊക്കെയൊക്കെയോ റോഡ് പോയി. നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ
പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിൻ്റെ ഫോട്ടോസൊക്കെയാണിത്. പിന്നെ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് എടുക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊന്നും ഇടുന്നില്ല. അത് അവരുടെ ഒരു പ്രൈവസി മാനേജ് ചെയ്യാൻ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.